നിങ്ങൾ രാമായണത്തിൻ്റെ ഉത്ഭവ കഥ കേട്ടിട്ടുണ്ടോ? ഇത് പ്രീച്ചിങ് ഒന്നും അല്ല കേട്ടോ, അല്ലെങ്കിൽ രാമായണത്തെ പറ്റി പറയാനോ ഒന്നുമല്ല. ബട്ട് വേറൊരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് തുടങ്ങുന്നത്. അതായത് രാമായണം എഴുതിയത് വാൽമീകിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളത് ഇതിഹാസങ്ങളിൽ ഒരെണ്ണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലേ? നമ്മളെല്ലാവരും ജാതിഭേദമന്യേ നമ്മൾ പഠിക്കുന്ന ഒരു കഥയാണ് ശ്രീരാമൻ്റെയും സീതയുടെയും. അപ്പോൾ ആ കഥ എഴുതിയ വാൽമീകി ഒരു പാമരനായിരുന്നു എന്നാണ് പറയണേ, പണ്ഡിതനല്ലായിരുന്നു എന്ന്. ഇത് തന്നെ നമ്മുടെ ശാകുന്തളം എഴുതിയ കാളിദാസിനെ പറ്റി പറയുമ്പോഴും ഉണ്ട്, അദ്ദേഹം പണ്ഡിതനൊന്നും അല്ലായിരുന്നു, അദ്ദേഹത്തിന് ഒരു വെളിപാട് വന്നിട്ട് പണ്ഡിതനായതാണെന്ന്. അത് വേറൊരു കഥ. ഈ വാൽമീകിയുടെ വെളിപാടിൻ്റെ കഥ നിങ്ങൾക്കറിയോ? വാൽമീകി ഒരു തസ്കരനായിരുന്നു അത്രേ. ഒരു വനത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഒരു കാട്ടാളനാണ്, തസ്കരനുമാണ്. അവരെങ്ങനെയാണ് ജീവിതം നയിച്ചിരുന്നതെന്ന് വെച്ചാൽ അതിലൂടെ പോകുന്ന വഴിയാത്രികൾ, അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കൊള്ളയടിക്കും. കൊല്ലുന്നത് അങ്കുലിമാലയാണ്. ഞാൻ പെട്ടെന്ന് അങ്കുലിമാലയെ പറ്റിയും പറയണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കുലിമാല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്, അമർ ചിത്രകഥയിൽ വായിച്ചതാണ്. ഇതേപോലെ തന്നെ ആളുകളെ കൊന്നിട്ട് അവരുടെ വിരലുകൾ വെട്ടി മാലയാക്കി ഇടുമായിരുന്നു. അങ്കുലിമാല ഒരു കഥയാണ്, അത് പേടിയാവും വായിക്കുമ്പോൾ. ഈ പറഞ്ഞു വന്നത് വാൽമീകിയുടെ കഥയാണ്. വാൽമീകി വന്നിട്ട് അപ്പോൾ തൻ്റെ ആ സമയങ്ങളിൽ ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി, മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാത്രികരെ കൊള്ളയടിച്ചിട്ട് അതിൽ നിന്നും പണവും അല്ലെങ്കിൽ ഭക്ഷണ സാമഗ്രികളും മോഷ്ടിച്ചിട്ടാണ് ഇദ്ദേഹം മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ സന്യാസിമാർ ഇദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കേ, നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സന്യാസികളായ ഞങ്ങളെ കൊള്ളയടിക്കുന്നത്? ഞങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നും ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരാണ്, ഭിക്ഷാന്തേഹികളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ ഇതിനകത്ത് കൈയിട്ട് വാരണമെങ്കിൽ നിങ്ങൾ എന്ത് പാമരനാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ എനിക്ക് വഴിയാധാരാക്കാൻ പറ്റില്ലല്ലോ, അവരുടെ വയറ് നിറയ്ക്കേണ്ടേ ചെയ്യും. പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പോയിട്ട്, ഞങ്ങളിവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം, നിങ്ങളൊന്ന് പോയിട്ട് ഭാര്യയോടും മക്കളോടും ചോദിക്കൂ, ഞാൻ ഈ ചെയ്തു കൊണ്ടുവരുന്നതെല്ലാം പാവത്തിൻ്റെ പങ്കാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കണം. അറിയാമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പാവത്തിൻ്റെ പങ്ക് നിങ്ങൾ ഭക്ഷിക്കുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പാപത്തിൻ്റെ ഈ പാപഭംഗിലമായിട്ടുള്ള ആക്ട് ചെയ്യുന്നതിൻ്റെ പങ്ക് കൂടെ നിങ്ങൾ വഹിക്കുമോ? അതിൻ്റെ ഒരു ചെറിയ പങ്ക് നിങ്ങൾ തന്നെ, ആ ശിക്ഷയുടെ പങ്ക് നിങ്ങൾ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ചോദിച്ചാൽ മതി. അവിടെ ചെന്നപ്പോൾ മക്കളോടും ചോദിക്കും, ഭാര്യയോടും ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളതിനെന്താ ചെയ്തേ? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങളല്ലേ വഴിയാത്രക്കാരെ പീഡിപ്പിച്ച് കൊണ്ടുവരുന്നു, ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഓക്കെ, നിങ്ങൾ പണിയെടുത്തുകൊണ്ടെന്ന് തന്നാലും ഞങ്ങൾക്ക് ഓക്കെയാ, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നാലും ഞങ്ങൾക്ക് ഓക്കെയാ, പക്ഷെ ഞങ്ങളത് തെറ്റിയാത്തോളം കാലം ഞങ്ങളതിൻ്റെ ശിക്ഷയുടെ പങ്ക് ഞങ്ങൾ എടുക്കുവാൻ തയ്യാറല്ല എന്ന് പറയും. അപ്പോൾ കിട്ടിയില്ലേ ഉത്തരം? തിരിച്ചു വന്ന് ഈ മഹർഷിമാരോട് പറയും, ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, എനിക്കിനി ഈ ജീവിതം ഇങ്ങനെ തുടരാൻ ഇഷ്ടമില്ല, എന്നെ ഒന്ന് സഹായിക്കൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ മഹർഷിമാർ പറയും, നീ ഇവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലൂ, ഞാൻ നിങ്ങൾക്കൊരു നാമം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയും, രാമ 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 എന്ന് ജപിക്കൂ. രാമ 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 ഒന്നും വരുന്നില്ല മനുഷ്യന്, കാരണം നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇവർ പറയും, നിനക്ക് മരം എന്ന് പറയാനല്ലേ അറിയാലോ, ആ മരം ഈ മരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയും. അപ്പോൾ ആ മരം ഈ മരം ആ മരം ഈ മരം ആ മരം ഈ വന്ന് സ്പീഡിൽ പറഞ്ഞ് രാമ 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 എന്നായി മാറും അത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ മഹർഷിമാർ അതേ വഴിയിൽ വരുമ്പോൾ ഒരു പുറ്റ് ഇങ്ങനെ ഫോമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നൊരു സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഒരു മഹർഷി പറയും, ഇതേ നമ്മളന്ന് മനസ്സാന്തരപ്പെടുത്തിയ കാട്ടാളനാണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോലെടുത്ത് ആ ചിതൽപുറ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അതാണ് വാൽമീകി. വൽമീകത്തിൽ നിന്നും പുറത്തു വന്ന ആളായതുകൊണ്ട്, വൽമീകം ചിതൽപുറ്റ് എന്ന് പുറത്തു വന്ന ആളായതുകൊണ്ട് വാൽമീകി എന്ന് പേര് വരുന്നു. ഇവിടുത്തെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്, എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് അറിയണം. വാൽമീകിയുടെ കാട്ടാളനായിരുന്ന സമയത്തുള്ള പേരെന്ത്? അത് ഇതിൻ്റെ ഇടയിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ആ കഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നൊരു റീലിട്ടിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ, ഒരിക്കലും പാപഭംഗിലമായ പണം കൈപ്പറ്റരുതെന്ന്. എന്താണ് പാപങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, കലിയുഗത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നതിൽ ബ്രൈബ് എടുക്കുന്നത് ഒരു വലിയ തെറ്റായ കാര്യമാണ്.
വലിയ തെറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര അതിൻ്റെ നമ്മൾ വിചാരിക്കും ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ, ഞാനിതെടുത്തെന്ന് വെച്ചാൽ എന്താ, ഞാനിതെടുത്ത് ചെയ്യുന്നതിൻ്റെ ഫലം അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണേ. ഞാനിന്ന് പേപ്പറിൽ വായിച്ചതാണ്, ബോംബെയിൽ ഒരു വലിയ ഹോർഡിങ്. ആ ഹോർഡിങ് ആളുകളുടെ ദേഹത്തേക്ക്, ഹോർഡിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ഹ്യൂജായിട്ടാണല്ലോ എല്ലായിടത്തും ഈ ഹോർഡിങ്സ് വെക്കുന്നത്. ഇരുമ്പിൻ്റെ ആയിരിക്കില്ലേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഒരു അലൗഡ് വലിപ്പമുണ്ട്, ആ വലിപ്പത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ദോഷം. അത് വന്ന് വീഴുമ്പോൾ നമ്മളിവിടെ നിൽക്കുന്നവർ ആ 5 മീറ്റർ, എത്രയോ 10-15 മീറ്റർ അകലത്തേക്ക് വരെ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്കായിരിക്കും ഇത് വന്ന് വീഴുന്നത്. ഈ കമ്പിയും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഇതെല്ലാം വന്ന് തലയിൽ വന്ന് അടിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അത് ഇത്രയും ക്രൗഡഡ് സിറ്റിയിൽ 17 പേർക്ക് എന്തോ പരിക്ക് പറ്റിയാൽ 13 പേർക്കും ഇത് ജീവഹാനി സംഭവിച്ചു. അപ്പോൾ അത് ആരാണ് അതിൻ്റെ പിന്നിൽ? ഓക്കെ, ആ പരസ്യ കമ്പനിക്കാർക്ക് തന്നെയാണ് ഫസ്റ്റ് ലയബിലിറ്റി. പക്ഷേ പിന്നിലേക്ക് പോയി ചകഞ്ഞ് നോക്കുമ്പോൾ ഒരു എൻജിനീയർ ഇതൊന്നും നോക്കാതെ അപ്രൂവൽ കൊടുത്തു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ അപ്രൂവൽ കൊടുക്കണം? ഒന്നില്ലെങ്കിൽ അനാസ്ഥ, അതായത് ഉദ്യോഗത്തിനോടുള്ള ഒരു താല്പര്യമില്ലാതെ അതൊന്നും ചെക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത് എന്തെങ്കിലും അവിഹിതമായത് കൈപ്പറ്റിയിട്ട്, അതായത് നമുക്ക് വരേണ്ടതല്ലാത്ത പണം കൈപ്പറ്റുന്നത് എന്താ പറയുക, കൈക്കൂലിന്ന് തന്നെയല്ലേ, അതെന്തെങ്കിലും കൈപ്പറ്റിയിട്ടായിരിക്കാം അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അത് ഒരു ഹോർഡിങ് ചിന്തിക്കുന്നില്ല, ഒട്ടും ചിന്തിക്കുന്നില്ല. അവർക്ക് ട്രെയിനിങ് സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും എന്നെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നതല്ലേ. എന്നിട്ട് പോലും അതിനെ ഓവർസൈറ്റ് കൊണ്ട് അപ്രൂവൽ കൊടുത്തു. ഇപ്പം എന്തായെന്നറിയോ? അദ്ദേഹം മാത്രമാണ് ജയിലിൽ കിടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊന്നും ജയിലിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവിഹിതമായിട്ട് സമ്പാദിച്ച പണം കൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ പണം കൊണ്ട് നമ്മൾ ടൂർ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ, മക്കൾക്ക് അത്ര അറിയില്ലായിരിക്കാം. പ്രായമുള്ള നല്ല 10-18 വയസ്സിന് മുകളിലുള്ള മക്കളാണെങ്കിൽ അവർ റിയാക്ട് ചെയ്യണം. അച്ഛൻ നമുക്ക് ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ടോ എന്ന് നമുക്കിന്ന് അങ്ങോട്ട് ചോദിക്കണം. ബിക്കോസ് ഗവൺമെൻറ് ഉദ്യോഗത്തിലുള്ള സാലറി എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ. ഓരോ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിനൊക്കെ കിട്ടുന്ന ഇത്രയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനായിരിക്കണം ശ്രമിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ജോലി ഉപേക്ഷിക്കണം. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ, ആരും തടയുന്നില്ലല്ലോ. അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പൈസ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ ധാരാളിത്തം കാണിക്കാം. പക്ഷേ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ജോലി ചെയ്തിട്ട് അതിലൊതുങ്ങിയിട്ടുള്ള സാലറി ഉള്ളപ്പോൾ യു ഷുഡ് നോട്ട് ഡു സച്ച് തിങ്സ്. അത് ചെയ്യാൻ പാടില്ല തന്നെ, അത് തെറ്റാണ്. അത് അങ്ങ് തെറ്റാണോ മാഡം? അതിനെന്താ തെറ്റ്? എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കഥ, രാമായണത്തിലെ കഥ, ആ കഥയിലെ വാൽമീകിയുടെ കഥയിൽ നിന്നും മനസ്സിലാകുന്നില്ലേ, ഒരിക്കലും പാപത്തിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷം പാപത്തിന് കിട്ടുന്ന ശിക്ഷ വീതിച്ചെടുക്കാനായിട്ട് ആരും തയ്യാറല്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ തിന്നാനുള്ളതൊക്കെ മേടിച്ച് എല്ലാവരും പങ്കിടും. പക്ഷേ അതിന് കിട്ടുന്ന അനന്തര ഫലങ്ങളിൽ ഇതുപോലത്തെ ശിക്ഷകൾ അതാരെങ്കിലും പങ്കിടാൻ പറ്റുമോ? പറ്റുകയുമില്ല. ആരും പങ്കിടാൻ തയ്യാറാവുകയില്ല. ഇപ്പം ഈ പറഞ്ഞ ഈ ബോംബെ എഞ്ചിനീയറുടെ വീട്ടിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ തന്നെയല്ലേ ജയിലിൽ പോയി കിടക്കുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും അയാളുടെ ഇതിന് പകരമായിട്ട് പോയി കിടന്നാൽ പറ്റുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറ്റില്ല. നമ്മൾ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയില്ലായ്മയ്ക്ക് അങ്ങനെ സംഭവിക്കും. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ, നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പണം ഭർത്താവ് കൊണ്ടുവരാൻ പാടില്ല എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കണം. അതിവിടെ നടക്കില്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാവരും കേട്ട ഒരു സംഭവമായിരിക്കും. ശോഭ സിറ്റിയിൽ ഒരു വാച്ച്മാനെ തല്ലുകയുണ്ടായി. ഒരാൾ തല്ലി അവശതയാക്കി. അത് കറക്റ്റ് സമയത്ത് തുറന്നില്ല എന്ന് പറഞ്ഞിട്ട്. എത്രയോ വലിയ സമുച്ചയത്തിൽ ജോലി ചെയ്യുന്ന ഒരു പാവം, അതിനകത്ത് താമസിക്കുന്ന ആളാണ് ഈ പറഞ്ഞ വ്യക്തി. പേര് പറയുന്നില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാണ് ഈ സമുദായത്തെ പറ്റിയൊക്കെ ഉള്ള പരാമർശം വരും, അതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ ഈ വാച്ച്മാൻ അത് തുറക്കാൻ എന്തോ താമസിച്ചു പോയി. ആ തുറക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം തന്നെ ഇറങ്ങി തുറക്കേണ്ടി വന്നു. എന്തോ
കാറ് കൊണ്ടുപോയി അവിടെ ഇട്ടതിന് ശേഷം തിരിച്ച് വന്ന് ഇയാളെ പിന്നാന്ന് തല്ലി. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഒരു 10-60 വയസ്സാകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്, വയസ്സറിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തല്ലി ചതച്ച ഇതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആന്തരാവയവങ്ങളൊക്കെ ചതഞ്ഞു പോയി എന്ന് പറയുമ്പോൾ എന്തൊരു അടിയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. ഹോസ്പിറ്റലിൽ ആക്കേണ്ടി വന്നു. അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞപ്പോഴാണ് ഇത് മനഃപൂർവ്വമുള്ള നരഹത്യയായി മാറി. ഇറ്റ് ഇസ് എ മേർഡർ അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു കാർ ഓടിച്ച് പോകുമ്പോൾ മുട്ടിയിട്ട് മരിക്കണതെന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. കൾപ്പബിൾ ഹോമിസൈഡിൽ വരുള്ളൂ അത്. അപ്പോൾ അങ്ങനെ അല്ലാത്തതിന് എന്ത് ചെയ്യും? എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യം തന്നെയല്ലേ, കോപത്തിൽ ചെയ്തത്. ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി അവിടെ? ആ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയാമോ? ഭാര്യ കേസുമായിട്ട് മുന്നോട്ട് പോയി. ഇവർ കോംപ്രമൈസിനൊക്കെ ചെന്നു, പൈസയും കൊണ്ട് 10-20 ലക്ഷം. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. വളരെ താഴ്ന്നു കിടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഭർത്താവിൻ്റെ ജീവൻ്റെ വിലയായിട്ടാണ് അവരതിനെ കണ്ടത്. അവരതിനെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തിയതിന് ഈ പണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ കേസുമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ ആ ആൾക്ക് ഇത് കിട്ടിയല്ലോ, ശിക്ഷ വിധിച്ചല്ലോ കോടതി. അങ്ങനെയും ആളുകളുണ്ട്. അപ്പോൾ പണത്തിന് മീതെ പരുന്തും പറക്കും എന്ന പ്രമാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ പണം ഒന്നിനും എന്താ പറയുക പകരമാകുന്നില്ല. അവർക്ക് അവരുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടും. പിന്നെ ആരൊക്കെയോ വലിയ മുതലാളിമാരൊക്കെ ചേർന്ന് ആ സ്ത്രീക്ക് അത് നല്ല ജോലി, അവരുടെ പഠിപ്പനുസരിച്ചും അവരുടെ കഴിവനുസരിച്ചുള്ളൊരു ജോലി ചെയ്യാറാക്കി കൊടുത്ത് അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അല്ലാതെ അവരിങ്ങനെ കിട്ടിയ പണം സ്വീകരിച്ച് കോംപ്രമൈസ് ആക്കിയിട്ടില്ല. ഒരുപാട് പേരങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഭയം കൊണ്ട്, കറേജിയസ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെന്ന് പെടുമ്പോൾ അവരുടെ ധൈര്യം മുഴുവനും ചോർന്നു പോകും. ആരെ കൊണ്ട് പറ്റും ഇനി കോടതിയും കേസും പോലീസുമായിട്ട് നടക്കാൻ എന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ബി കറേജിയസ് ആൻഡ് ബി ഓണസ്റ്റ്. ഓണസ്റ്റിയാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ പരിപാലിക്കേണ്ടത്. കീപ് ഹൈ മൊറേൽസ്. ഈ പറഞ്ഞ പോലെ പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് പോകരുത്. ഒരുപാട് നമ്മൾ ഇത് എത്രത്തോളം നമുക്ക് പൈസ കിട്ടിയാലും ആർത്തി മാറില്ല ആൾക്കാർക്ക് അല്ലേ? പല രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബി കണ്ടൻറ്റഡ് വിത്ത് യുവർ ലൈഫ്, വാട്ട് എവർ യു ആർ ഗെറ്റിംഗ്. പ്രസാദ ബുദ്ധിയോടുകൂടി ഇങ്ങനെ സ്വീകരിച്ചിട്ട് ഇന്ന് നമുക്ക് ഇത്രയേ ഉള്ളെങ്കിൽ ഇന്ന് അത് വെച്ചിട്ട് ജീവിക്കുക. നാളെ നമുക്ക് നല്ലത് കിട്ടിയാൽ അതുപോലെ ജീവിക്കുക. എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ റിലയൻസും അവരവരൊക്കെ ഇല്ലേ, അവരെ പോലെ എല്ലാവരും ഒന്നും ആകാത്തത്. അങ്ങനെ ആകാൻ പറ്റില്ല. ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ രാശിയും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു എനർജി ഇങ്ങനെ കൊണ്ടുവരാൻ, എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ മാഗ്നറ്റിന് നല്ല പവർ ഉണ്ടാകും. നമ്മുടെ കയ്യിൽ കുറച്ച് പവറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ മാഗ്നറ്റിൻ്റെ പവർ കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓണസ്റ്റ് ആകുക, ലോയലാകുക. ഏത് എംപ്ലോയിയുടെ അടുത്താണ് നിങ്ങൾ ജോലി ചെയ്യണതെന്ന് വെച്ചാൽ അവിടെയൊക്കെ കറക്റ്റ് ടൈമിന് ചെല്ലുക. പ്രൈവറ്റ് ഫേംസൊക്കെ ആണെങ്കിലേ എന്താ പറയുക, ആ മുതലാളി എത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യമായിരിക്കും, ഒരു എൻ്റർപ്രൈസ് ആയിരിക്കും അത്. നമ്മളവിടെ ജോലി ചെയ്യുന്നവർ നമ്മൾ ആ ടൈം ഇങ്ങനെ എന്താ പറയുക, ചിലർ സ്മോക്കിംഗ് ടൈമിന് പോകും, പിന്നെ കാപ്പി കുടിച്ച് ചായ കുടിക്കാൻ പോകും. എത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത് ആളുകൾ അല്ലേ? പിന്നെ വർക്ക് ഫ്രം ഹോം കൊടുക്കുകയാണെങ്കിൽ പകുതിയും വീട്ടുജോലിക്ക് പോകും അല്ലേ? ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ഷട്ട് യുവർ എന്താ പറയുക കമ്പ്യൂട്ടർ ഓൺലി ആഫ്റ്റർ ദാറ്റ് 8 hours ഓഫ് ലോഗിൻ. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ. കാരണം വീട്ടിലെ ജോലികൾ നമ്മൾ രാവിലെ ഇതിൽ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് തീർത്ത് നമ്മുടെ ലഞ്ചും പാക്ക് ചെയ്ത് ഗോ ടു ദ കോർണർ വെയർ യു ആർ സിറ്റിംഗ് ആൻഡ് വർക്കിംഗ്, ക്ലോസ് ദി ഡോർ ആൻഡ് ദെൻ സ്റ്റാർട്ട് വർക്കിംഗ്. ഓക്കെ. അപ്പോൾ ഇന്നിനി അരവിന്ദ് അവിടെ നിന്ന് ചിരിക്കുന്നു. എന്താ ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ്. നോ, ഡോണ്ട് ടോക്ക്, സിറ്റ് ദർ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ലോക്ക് ചെയ്തിട്ട് ജോലി ചെയ്യുക. ലോക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആ ഒരു മൂലയ്ക്ക് ആരോടും ഡിസ്റ്റർബ് ചെയ്യരുത്. കണ്ടില്ലേ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്തത്. നമുക്ക് ജോലിക്കാണെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് കിട്ടിയ സമ്മതിക്കാൻ പാടില്ല. നിങ്ങൾ ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് തന്നെ പറയണം കേട്ടോ. സോ ഡു യുവർ വർക്ക്
ആ ഫുൾ 8 അവേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യും. 8 അവേഴ്സോ 9 അവേഴ്സോ ലോഗിൻ ടൈം ചെയ്യണം. കാരണം അവർ നമുക്ക് പണം തരുന്നത് ആ ടൈമിനാണ്. ഇതൊക്കെയാണ് ലോയൽറ്റി എന്ന് ഞാൻ പറയണത്. വേണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റിക്കാം. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ? അങ്ങനെ ചെയ്യരുതെന്നാണ് കേട്ടോ. നിങ്ങളുടെ റിസർച്ച് ടൈം ഉണ്ടല്ലോ 1 to 2 o'clock, അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉള്ളത് കൊടുത്തോളൂ. ആ 1 മണിക്കൂറിനുള്ളിൽ മാത്രം. അല്ലാതെ കണ്ട് യു ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ വർക്കിംഗ് അവേഴ്സ് ഫോർ യുവർ പ്രൈവറ്റ് അഫെയർസ് വൈൽ ഇഫ് യു ആർ ഡൂയിങ് യുവർ വർക്ക് ഫ്രം ഹോം ഇത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതൊരു ലോയൽറ്റിയിൽ വരില്ലേ? ഓണസ്റ്റിയിലും വരും. അല്ലെങ്കിൽ ഓണസ്റ്റായിട്ട് ലീവ് എടുത്തേക്കുക. ഇന്നിപ്പോൾ കുട്ടീനെയും കൊണ്ട് പോകണം എന്ന് പറയുകയാണെങ്കിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് പോകരുത്. അത് ശരിയല്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. പണം എന്ന് പറയുന്ന എനർജി, നമ്മൾ കറക്റ്റായിട്ടുള്ള എനർജി യൂസ് ചെയ്തുണ്ടാക്കുന്ന പണം വിൽ സ്റ്റേ വിത്ത് യു ആൻഡ് യു വിൽ ബി ഓൾസോ ഹാപ്പി വൈൽ യു ആർ സ്പെൻഡിങ് ദാറ്റ് മണി. നിങ്ങൾ അതിൽ നിന്ന് 10 രൂപ എടുത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കണം. എൻ്റെ ഈ കാശ് എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെ വിചാരിച്ച് ഒരിക്കലും കൊടുക്കരുത്. ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് മനസ്സിലുള്ള ചിന്ത. അനുഗ്രഹത്തോടു കൂടി കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ആ പണം അവർക്ക് ഉപകാരമാവണേ എന്ന് വിചാരിച്ചായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. ബി ലോയൽ, ബി ഓണസ്റ്റ് ആൻഡ് ബി ഈവൻ പ്രൂഡൻറ്റ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് കേട്ടോ. നമ്മൾ തെറ്റായ ഡിസിഷൻസ് എടുക്കരുത് ലൈഫിൽ. തെറ്റായ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിന് വന്നിട്ട് 50 ലക്ഷമേ ഉള്ളൂ എനിക്ക് വില എങ്കിൽ എനിക്ക് 1 കോടിയുടെ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ ആ 10 സെൻറ്റ് സ്ഥലത്തിന് 1 കോടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും തരുമോ? ഇല്ലല്ലോ. സോ പ്രൂഡൻ്റ് ആയിരിക്കുകയും വേണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചുരുക്കുക, നമ്മൾ കണ്ടൻറ്റ് ആവുക. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലുണ്ടല്ലോ ദ ലൈഫ് വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. അവർ ലൈഫ് വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. സോ ചിയേഴ്സ്. നാളെ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ചെയ്തവർ ലൈക്ക് അടിക്കണം. കാണുന്നവരെല്ലാം ഒരു ലൈക്ക്, ഒരു തംസ് അപ്പ് തരുമോ? 1000 ലൈക്സ് എന്താ കിട്ടാത്തത്? 1000 വ്യൂസ് വരാറുണ്ട്. എനിവേ, ഓക്കെ ദെൻ, ബൈ, സീ യു.